വക്കീല് പറഞ്ഞാൽ തീരെ കാര്യമില്ല എന്ന് പറയാൻ പറ്റൂല സാറേ. പറഞ്ഞു വരും വക്കീൽ ഒരു വക്കീലാണ്. നിയമപ്രകാരം ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ പിന്നെ വക്കീല് പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കുന്നതിനേക്കാൾ വലിയ ജോലിയാണ് ഒരു പെൺകുട്ടി രക്ഷിക്കാന്ന് പറഞ്ഞാല് നമുക്കാരെങ്കിലും സഹായിക്കണേ തന്നെ അതിനൊരു അവസരം വേണ്ടേ? അത് വേണം. അല്ലാതെ വെറുതെ ഏതെങ്കിലും പെൺകുട്ടിയൊക്കെ സഹായം ആവശ്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന മോശമല്ലേ സാറേ? പിന്നെ ഒരു വഴിയുണ്ട് സാർ. സാറിന്റെ ഓഫീസിൽ 2 പെണ്ണുങ്ങളുണ്ടല്ലോ, ദ്രൗപദി സാറും സ്വയംപ്രഭ സാറും. അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്ന് ചോദിച്ചാലോ? നന്നായിരിക്കും. ഞാനിപ്പോ സ്നേഹപൂർവ്വം ദ്രൗപദി വിളിച്ച് ചോദിക്കുകയാണ്. ദ്രൗപദി, നിനക്കെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഉടനെ അവള് പറയും, ഞാനിന്ന് വൈകിട്ട് കുറച്ച് നേരത്തെ പൊയ്ക്കോട്ടെ എന്ന്. അവർക്ക് ആ സഹായം ആവശ്യമുള്ളൂ. ചോദിക്കുന്നത് സ്വയംപ്രഭയോടാണെങ്കിൽ അവള് ചോദിക്കുന്നത് ഒരു 10,000 രൂപ കടന്നിരു സാറേ. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല സാറേ. ഒരവസരം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം, അത്രേ പറ്റൂ. സാറേ, അവസരം വന്ന മട്ടാണ്. അങ്ങോട്ട് നോക്ക്. എന്താ സംഭവം? നോക്കിയാ മനസ്സിലാവുന്നില്ലേ? അവന്മാര് ആ പെങ്കൊച്ചിന്റെ പിറകെ കൂടിയിരിക്കുകയാണ്. സാറിന് ഭാഗ്യമുണ്ട്. ഇനി ഒന്നും ആലോചിക്കാനില്ല. കയറി അങ്ങോട്ട് ഇടപെട് സാറേ. ഇടപെടുക എന്ന് വെച്ചാൽ ആദ്യം സാറ് കയറി അങ്ങോട്ട് ഇടപെട്, ബാക്കി പിന്നെ. എന്താ പ്രശ്നം? അവന്മാർ കുട്ടിയെ ശല്യപ്പെടുത്തുകയായിരുന്നു. കുട്ടി പേടിക്കണ്ട, ഈ കാര്യം ഞാൻ ഏറ്റു. ഇത്തരം ആഭാസന്മാരെ മര്യാദ പഠിപ്പിക്കുന്നത് എന്റെ ജീവിത വ്രതമാണ്. ഉത്തമ, ഈ കുട്ടി നോക്കിക്കോളൂ. ഞാൻ സിംഹം തന്നെ. നിനക്ക് എന്താണ് വേണ്ടത്? ഈ നാട്ടിൽ മാന്യമായ പെൺകുട്ടികളെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? നിങ്ങളെപ്പോലുള്ള വായി നോക്കികൾ കാരണം എന്നെപ്പോലുള്ള മാന്യന്മാരുടെ വിലയല്ലേ പോകുന്നത്? നിനക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരില്ലടാ. അവർക്കാണിങ്ങനെ ഒരു ഗതിയെങ്കിൽ നീക്ക് സഹിക്കോ? അടിപൊളി സാറ്. ഭയങ്കര സംഭവമാണ്. ഈ നാട്ടിലുള്ള സകല പെൺകുട്ടികളുടെ സംരക്ഷണം സാറിന്റെ കയ്യിലാ. പറഞ്ഞു നീക്കൊരു കാര്യം മനസ്സിലാക്കണം. ഈ പെൺകുട്ടികൾ പ്രതികരിച്ചു തുടങ്ങിയാൽ പിന്നെ അതിന്റെ ഒന്നും പൊടി പോലും കിട്ടില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചാലേ നീയൊക്കെ പഠിക്കൂ. ഇതേതായി സാറ്? മോഹനേഷ് സാറ്, വില്ലേജ് ഓഫീസറല്ലേ? ഈ പ്രാവശ്യം നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി നിന്നെയൊക്കെ ഈ നാട്ടിൽ കണ്ട ഓട്ട് ചെയ്ത് പല്യം നിർമ്മിക്കും. നിന്നോട് കൂടിയാ ഈ വില്ലേജ് ഓഫീസർ മോഹനേഷൻ ആര് നടന്നു കരുതിയത്? സാറൊരു സംഭവമാണല്ലേ? അല്ല, ഒരു സംഭവമല്ല, ഒരു 1.5, 1.25, 1.25 വരും. സ്ഥലപ്പെടാൻ നോക്ക്. ഈ കുട്ടിയെ സുരക്ഷിതമായി സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. എടുത്തിട്ട് പോടാ. എന്നോട് കണ്ടുവരുന്നത് അപ്പടാ. ഓ, സ്ലോ മോഷനിൽ വാ. എടുത്തോണ്ട് പോകാൻ. അങ്ങനെ സ്ലോ മോഷനിൽ വാ സാറേ. കുട്ടി കണ്ടല്ലോ, ഞാൻ അവന്മാരെ വിരട്ടി ഓടിക്കുകയാണ്. എന്റെ ആക്രോശത്തിന് മുന്നിൽ അവർ ഭയന്ന് വിറച്ചു കണ്ടില്ലേ? ഇപ്പോഴല്ല സാർ, പണ്ടുതൊട്ട് എങ്ങനെയാ സ്ത്രീകളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടാൽ ഉടനെ സാർ വിരട്ടിയും ഓടിച്ചളഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടിയെ തെറി പറഞ്ഞ ഒരുത്തനെ സാർ വിരട്ടി ഓടിച്ചിട്ട് അവ ഓടി പഞ്ചായത്ത് ഓഫീസിന്റെ പിറകിലത്തെ പൊട്ടക്കണ്ടിൽ പൊത്തോ ഇതാ അടക്കണ്. പക്ഷെ പിന്നെ അവനെ പോലീസുകാരെ പിടിച്ചു. മിനിയാന്ന് വൈകിട്ട് പള്ളിയിൽ പോയിട്ട് വന്ന ഒരു പെൺകുട്ടിയുടെ മുതുകത്തിങ്ങനെ തോണ്ടിയപ്പോ ഈ സാർ അവനെ വിരട്ടി ഓടിച്ചു കളഞ്ഞു. അവൻ പേടിച്ച് വിറച്ച് പനി പിടിച്ച് സർക്കാർ ആശുപത്രിയുടെ 9ാം വാർഡിൽ ഇപ്പടി കിടപ്പുണ്ട്. പിന്നെ 3ാമത് സാറെ 15ാം തീയതിയുള്ള സംഭവം ഞാൻ പറയും.
പറയരുത്. എന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഉള്ളത് പറയുന്നത് പുകഴ്ത്തലാണെന്ന് പറയുന്നത് സാറിന്റെ അമിത വിനയം കൊണ്ടാണ്. ഞാൻ പറയും, ഞാൻ കണ്ടത് ഞാൻ പറയും. വേണ്ട വേണ്ട ഉത്തമ, ഈ പാവം കുട്ടി ഇതൊക്കെ കേട്ട് ഭയന്നു പോകില്ലേ? അതൊക്കെ പോട്ടെ. പേരെന്താ? ചാരുലത. ചാരുലത ഇപ്പൊ എങ്ങോട്ടാ? ഇവിടെ അടുത്തൊരു വീട്ടിലേക്കാ. എനിക്ക് കൃത്യമായി അറിയില്ല. വീടിനടുത്തൊരു ബേക്കറി ഉണ്ടെന്നാ പറഞ്ഞേ. സാറേ, നമ്മുടെ പുഷ്കറിന്റെ ബേക്കറി അത് മോഹനൻ സാറിന്റെ വീടിന്റെ തൊട്ടടുത്താ. ഒരു കാര്യം ചെയ്യും സാറേ, സാറ് ഈ കുട്ടിയുടെ കൂടെ അവിടെ വരെ ഒന്ന് ചെല്ലേ. സാറ് വിരട്ടി ഓടിച്ച പൂവാലന്മാര് ഇനിയും വന്നാലോ? എനിക്ക് ആഫീസിൽ പോകുന്ന സമയമായി. അയ്യോ അതെ, ഇവിടെ ഇങ്ങോട്ട് ഇവിടെ കയ്യിൽ വന്ന് വീണ ഭാഗ്യത്തെ കളയരുത്. സാറൊരു പെൺകുട്ടിയെ രക്ഷിച്ചു എന്ന് വെറുതെ പറഞ്ഞ വക്കീൽ വിശ്വസിക്കുവോ? ഇതാവുമ്പോ ആ ഭാഗത്തൊക്കെയുള്ള കുട്ടിയാണ്. ഇവളെയും കൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വക്കീലിനെ വിളിച്ചിറക്കി ആളിനെ പരിചയപ്പെടുത്തി കൂടെ? ബോറടിച്ചോ? അതെ, അതോടെ വക്കീൽ അതങ്ങ് വിശ്വസിച്ചോളും. എന്നാലും ദൈവമായിട്ടൊരവസരം തരുമ്പോ വെറുതെ അതിനെ കൊണ്ടു കളയില്ലേ? ഇപ്പൊ സേഫായി. കുട്ടി ചാരുതല്ലേ? അല്ല ചാരുലത. അങ്ങനെയെങ്കിൽ അങ്ങനെ എങ്ങനെയും വിളിക്കാം. എല്ലാം കണക്കി തന്നെ. അതെ, കുട്ടിയെ സുരക്ഷിതമായി സാറ് വീട്ടിലെത്തിക്കും. കുട്ടി ധൈര്യമായിട്ട് സാറിനോട് പൊയ്ക്കോളൂ. വളരെ ഉപകാരം സർ. നോക്കിക്കാതെ ചെല്ലു സാറേ. വക്കീൽ ആഫീസ് പോണതിന് മുമ്പേ അവിടെ എത്തണ്ടേ? എന്നാലും ഞാൻ കുട്ടി ചാരിത്തല്ലേ തലേ ലതേ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. കുട്ടി ചെല്ലേ. ഉത്തമം കൂടി വാ. എനിക്ക് സമയമില്ലല്ലോ. സാറ് വിരട്ടി ഓടിച്ചവര് വല്ല പൊട്ടക്കിരട്ടിലോ മറ്റോ വീട് കിടക്കണമെന്ന് നോക്കണ്ടേ? അടുത്ത ആളിനെ കാലം ആ ചരിത്രം കൂടെ പറയണ്ടേ? അപ്പൊ ശരി, ഓക്കെ. ഉത്തമം കൂടെ വാ. ഇല്ലല്ല, എനിക്ക് ഒരുപാട് കാര്യമുണ്ട് സാറേ. പോവാം സർ. പോണല്ലേ? പൊയ്ക്കോ. പൊയ്ക്കോളൂ, നടന്നോളൂ. നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ മറ്റേ ചേട്ടനേതോ വക്കീലിന്റെ കാര്യം പറയുന്ന കേട്ടല്ലോ. വക്കീലോ? ഏത് വക്കീല്? ഓ, അതെന്റെ ഭാര്യ. അവൾക്ക് ഞാനിങ്ങനെ പെൺകുട്ടികളെ രക്ഷിക്കുന്നതിനെ പറ്റി വിശ്വാസമല്ല. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അവള് പറയും ചുമ്മാതാണ്. ഇപ്പൊ തന്നെ ഞാൻ ചാരുലതയെ രക്ഷിച്ചു. ഇതിപ്പോ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവള് വിശ്വസിക്കില്ല. അത് കൊള്ളാലോ. സാറിനെ പോലെ മഹാനായൊരു ഭർത്താവിനെ കിട്ടിയത് അവരുടെ ഭാഗ്യം. എന്തായാലും അവര് സാറിന്റെ ചങ്കൂറ്റ് അംഗീകരിക്കാത്തതാ കഷ്ടം. ഒരു കാര്യം ചെയ്യാം, പോകുന്ന വഴി നമുക്ക് സാറിന്റെ വീട്ടിൽ കയറാം. ഞാൻ പറയാം സാറിന്റെ ഭാര്യയോട്. നടന്നതൊക്കെ ഞാൻ തന്നെ പറഞ്ഞാ അവര് വിശ്വസിക്കാതിരിക്കോ? വീട്ടിലൊന്നും പോയാ ശരിയാവില്ല കുട്ടി. അത് വേണ്ട. വേണം. ഇനി സാർ ഒന്നും പറയണ്ട. സാറിന്റെ വീട്ടിൽ കയറിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അത് വേണ്ട കുട്ടി, അത് പ്രശ്നമാവും. എന്ത് പ്രശ്നം? സാറ് ചുമ്മാതിരി. ഭാര്യയാണെന്ന് കരുതി അങ്ങനെ പെരുമാറാൻ പാടില്ലല്ലോ. അതല്ല കുട്ടി, എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവള് ഭയങ്കര സംശയരോഗിയാ. എന്റെ കൂടെ മറ്റൊരു പെൺകുട്ടിയെ കണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്കിൽ ഉറപ്പായും ഞാൻ വരും. സാറിനെ പോലൊരു തങ്കപ്പെട്ട മനുഷ്യനെ സംശയിക്കുന്ന ആ സ്ത്രീയെ ഒരു പാഠം പഠിപ്പിക്കണം. അല്ല, അത് ശരിയാവില്ല. അതേ ശരിയാവൂ. സാർ വാ. ഭാര്യയുടെ മുമ്പിൽ ആളാവാൻ മോഹനകൃഷ്ണൻ കാണിച്ചു കൂട്ടിയ ഈ പരാക്രമത്തിന്റെ ഫലം എന്താവുമെന്ന് പ്രേക്ഷകർ പേടിക്കുന്നുണ്ടാവും. പേടിക്കണം. ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കുന്നതും നിസ്സഹായായ അവളെ സഹായിക്കുന്നതുമൊക്കെ മനസ്സിലാക്കാമെങ്കിലും അവളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അത്ര ബുദ്ധിയായില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. വീട്ടിലേക്ക് വരുന്ന പെണ്ണിനോട് വീട്ടിലിരിക്കുന്ന പെണ്ണ് എന്തു പറയുമെന്നറിയാൻ നാളെ രാത്രി 9 മണിവരെ കാത്തിരുന്ന് കാര്യം നിസ്സാരം കാണുക.